നമസ്കാരം. നെക്സ്റ്റ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഴഞ്ഞി മേഖലയിലെ പാടശേഖരങ്ങളിലെ വെള്ളം വറ്റുന്നു. മുണ്ടകൻ കൃഷി പ്രതിസന്ധിയിലേക്ക്. കുന്നംകുളത്ത് മധ്യവയസ്കനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവ് ഭാഗത്തെ നോറടിത്തോട്ടിലെ കുളവാഴകൾ നീങ്ങി. വെള്ളം എത്തുമെന്ന പ്രതീക്ഷയിൽ കർഷകർ. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ UDF ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കല്യാണി S. നായർ തിരഞ്ഞെടുപ്പ് പര്യടനം പൂർത്തിയാക്കി. തിരഞ്ഞെടുപ്പ് പ്രചരണം. മതിലിൽ തീവണ്ടി തീർത്ത് LDF പ്രവർത്തകർ. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നു. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സോയിൽ ടെസ്റ്റിംഗ് ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. പഴഞ്ഞി മേഖലയിലെ പാടശേഖരങ്ങളിലെ വെള്ളം വറ്റുന്നു. മുണ്ടകൻ കൃഷി പ്രതിസന്ധിയിലേക്ക്. പാടശേഖരങ്ങൾ വെള്ളമില്ലാതെ വിണ്ടുകീറാൻ തുടങ്ങിയത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. കൃഷിക്ക് വെള്ളം അനിവാര്യമായ സമയമാണ് ഇപ്പോഴത്തേത്. തുലാമഴ ലഭിക്കാത്തതിനാൽ മഴയെ കൂടുതലായി ആശ്രയിക്കുന്ന മേഖലകളിൽ ജലക്ഷാമം രൂക്ഷമായി തുടരുകയാണ്. ഡിസംബർ അവസാനം വരെയെങ്കിലും പാടങ്ങളിൽ വെള്ളം നിലനിർത്തേണ്ടതും ആവശ്യമാണ്. മുണ്ടകൻ കൃഷിക്ക് വിത്തിനമാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. മേഖലകളിൽ കതിര് വരുന്നതിന് മുമ്പുള്ള വളപ്രയോഗം കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയങ്ങളിൽ വെള്ളമില്ലാത്തത് കർഷകർക്ക് ദുരിതമാകുന്നു. കൃഷിയുടെ ചിലവ് പൂർണ്ണഗതിയിലാണ്. വെള്ളം കിട്ടാതെ കൃഷി ഉണങ്ങുന്നതും പിന്നീട് കൃഷി കരിയുന്നതും കർഷകർക്ക് വലിയ നഷ്ടമുണ്ടാക്കും. നെൽച്ചെടികൾ കതിരിടുന്ന സമയമാണ് ഇത്. ഈ സമയങ്ങളിൽ ജലം നൽകേണ്ടത് അത്യാവശ്യമാണ്. വിവിധ ജലസ്രോതസ്സുകളെ ആശ്രയിച്ചാണ് ഇപ്പോൾ വെള്ളം കൃഷിസ്ഥലത്തേക്ക് എത്തിക്കുന്നത്. കുന്നംകുളത്ത് മധ്യവയസ്കനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നംകുളം നഗരസഭയ്ക്കടുത്ത് വൺവേയിൽ നിന്നും മാറി സ്ഥിതി ചെയ്യുന്ന മധുരക്കുളത്തിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നംകുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം താമസിക്കുന്ന എലുവത്തെങ്കൽ വീട്ടിൽ ജോർജ് എന്നയാളെയാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടത്. ഇന്ന് ഉച്ചയോടെ മൃതദേഹം കണ്ടെത്തി. കുന്നംകുളം SI VS സന്തോഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. രാവിലെ 11:30 വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. കുളക്കരയിൽ ഇയാളുടെ മുണ്ടും ഷർട്ടും കണ്ണടയും ഫോൺ, ചെരുപ്പ് എന്നിവയും വെച്ചിട്ടുണ്ട്. കുളിക്കാൻ ഇറങ്ങിയതാകുമെന്നാണ് പ്രാഥമിക വിവരം. കുന്നംകുളം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. മൃതദേഹം കുന്നംകുളത്തെ താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് ടെസ്റ്റ് നടത്തിയതിന് കൈമാറി. പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവ് ഭാഗത്തെ നോറടിത്തോട്ടിലെ കുളവാഴകൾ നീങ്ങി. വെള്ളം എത്തുമെന്ന പ്രതീക്ഷയിൽ കർഷകർ. പാഴ്ചെടികളും കുളവാഴകളും നീക്കിയതോടെ പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവിൽ വെള്ളം ഒഴുകുമെന്ന പ്രതീക്ഷയിൽ കർഷകർ. വർഷങ്ങൾ നീണ്ട കർഷകരുടെ പരാതികൾക്കാണ് ചെറുകിട ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ പാഴ്ചെടികൾ നീക്കം ചെയ്യാൻ ആരംഭിച്ചത്. ഇതോടെ തോടുകളിലൂടെ വെള്ളം സുഗമമായി ഒഴുകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ചെറുവള്ളിക്കടവ് പാലത്തിന് ചുവട്ടിലെ പാഴ്ചെടികളും നീക്കം ചെയ്യാറുണ്ട്. യന്ത്രം പാലത്തിന് ചുവട്ടിലൂടെ കടക്കാത്തതാണ് ഇവിടെ വൃത്തിയാക്കാൻ തടസ്സമാകുന്നത്. മേഖലയിലെ പാടശേഖരങ്ങളിൽ നിന്നും മൂറടിത്തോട്ടിലേക്കാണ് പമ്പിംഗ് നടത്തിയിരുന്നത്. പാഴ്ചെടികൾ മൂലം വെള്ളം ഒലിച്ചു പോയതില്ലെന്ന് കർഷകർ പരാതിപ്പെടുന്നു. മൂറടിത്തോട്ടിനെ സമീപത്തുള്ള കോൾപ്പടവുകളിലേക്ക് പ്രവേശിക്കുന്ന ഉൾത്തോടുകളിൽ പാഴ്ചെടികൾ നിറഞ്ഞ നിലയിലാണ്. ഇവ മാറ്റുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ UDF ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കല്യാണി S. നായർ തിരഞ്ഞെടുപ്പ് പര്യടനം പൂർത്തിയാക്കി. തൃശൂർ ജില്ലാ പഞ്ചായത്തിലെ കാട്ടകമ്പാൽ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി കല്യാണി S. നായർ ഇന്ന് കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് പര്യടനം നടത്തി. രാവിലെ 9 മണിക്ക് പെങ്ങാമുക്കിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. പര്യടനം കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് BC ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലത്തിലെ 30ഓളം കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. UDF ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ശ്രീ റഫീഖ്, ശ്രീ അബ്ദുൽ ഗനി എന്നിവരും പര്യടനത്തിൽ പങ്കെടുത്തു. വിവിധ വാർഡുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും പര്യടനത്തിൽ ഉണ്ടായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് നൽകിയത്. ഹക്കിം പഴഞ്ഞി, അലി, സജു പഴഞ്ഞി, ഷമീർ ഇഞ്ചക്കാരയിൽ എന്നിവർ വിവിധ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ പര്യടനത്തിന് നേതൃത്വം കൊടുത്തു. ജില്ലാ പഞ്ചായത്തിന്റെ കാട്ടകമ്പാൽ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നതിലും നിങ്ങളെവരും നിർവഹിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥികളായി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും ജില്ലാ
ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും കൈയടയാളത്തിൽ ഉദ്ദേശപ്പെടുത്തി നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോടൊപ്പം നമ്മൾ പ്രവർത്തിക്കാൻ നിങ്ങളോടൊപ്പരാളായി പ്രവർത്തിക്കുന്നതിനും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വീകരണത്തിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഏറെ പുതുമകളുമായി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിലാണ് വിവിധ ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രിന്റേഴ്സ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ. നിങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത മോഡലുകൾ, മികച്ച സ്റ്റാഫുകളുടെ സേവനം, അതിവേഗ ലോൺ സൗകര്യം, സുരക്ഷിതമായ കമ്പ്യൂട്ടർ സർവീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇൻഷുറൻസ് പരിരക്ഷ, ഹോം ഡെലിവറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്, തൃശൂർ റോഡ്, AB മാൾ, കുന്നംകുളം. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. Roja Manufacturing Office, NVKM and Sons, Dindigal. Stone Distributor, Roja Agencies, Kunnamkulam. Phone 9446 145776 9446 145778. വാർത്തകൾ തുടരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണം. മതിലിൽ തീവണ്ടി തീർത്ത് LDF പ്രവർത്തകർ. സ്ഥാനാർത്ഥിയല്ലെങ്കിലും തലമുറയുടെ ആവേശമായി M ബാലാജിയും ചുമരുകളിൽ ഇടം നേടിയത് കൊരട്ടിക്കര ഗ്രാമത്തിന് പുതുമയായി. 40 വർഷത്തോളം UDF-ലെ കോട്ടയായിരുന്ന കടവല്ലൂർ തകർത്താണ് M ബാലാജിയുടെ നേതൃത്വത്തിൽ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ കടവല്ലൂർ പഞ്ചായത്ത് ചുവപ്പ് കോട്ടയാക്കി മാറ്റിയത്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വ്യത്യസ്ത പ്രചരണങ്ങളിലൂടെ പ്രചരണം നടത്തുന്ന തിരക്കിലാണ് കൊരട്ടിക്കരയിലെ LDF പ്രവർത്തകർ. കൊരട്ടിക്കര സെന്ററിൽ നിർമ്മാണം നടക്കുന്ന പാർട്ടി ഓഫീസിന് എതിർവശത്തുള്ള മതിലിന് മുകളിലാണ് തീവണ്ടിയുടെ മാതൃകയിൽ പ്രചരണ ചുമരെഴുത്ത് തീർത്തിരിക്കുന്നത്. ഇത് ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ ചിത്രം ഈ തീവണ്ടിക്കകത്ത് വരച്ചിട്ടുണ്ട്. ഇതിലൂടെ വോട്ട് അഭ്യർത്ഥിക്കുന്ന എഴുത്തുകളുമുണ്ട്. തീവണ്ടിയുടെ ആദ്യ കമ്പാർട്ട്മെന്റിൽ തലമുറയുടെ ആവേശമായ ബാലാജിയും, തുടർന്ന് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പത്മം വേണുഗോപാലും, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി TK അഷ്റഫും, 7ാം വാർഡ് സ്ഥാനാർത്ഥി AN നിർമ്മലയും, 5ാം വാർഡ് സ്ഥാനാർത്ഥി അനിത അശോകനും ഇടതുപക്ഷത്തിന്റെ തീവണ്ടിയിലുണ്ട്. പേരിനൊപ്പം പടവും നിർമ്മിച്ചാണ് തീവണ്ടി ഒരുക്കിയിട്ടുള്ളത്. LDF പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ ചുമർ പരസ്യം ഏവർക്കും കൗതുകമായി. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നു. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സോയിൽ ടെസ്റ്റിംഗ് ആരംഭിച്ചു. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി പുതിയവ നിർമ്മിക്കാനുള്ള സോയിൽ ടെസ്റ്റിംഗ് നടപടികൾ ആരംഭിച്ചു. കിഫ്ബി പ്രത്യേക ഫണ്ടായ 97 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആശുപത്രി നിർമ്മാണത്തിന്റെ വികസനത്തിന്റെ ഭാഗമായുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കഴിഞ്ഞയാഴ്ച കുന്നംകുളം എഞ്ചിനീയർ വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിർമ്മാണം ഉടൻ ആരംഭിക്കും. നിലവിലെ പഴയ കെട്ടിടങ്ങളായ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, PP യൂണിറ്റ്, മോർച്ചറി, പാലിയേറ്റീവ്, NCDOP ലാബ് എന്നീ കെട്ടിടങ്ങളാണ് ആദ്യഘട്ടത്തിൽ പൊളിച്ചു മാറ്റുന്നത്. 6 പ്ലോട്ടുകളിലായാണ് സോയിൽ ടെസ്റ്റിംഗ് നടക്കുന്നത്. 7 നില കെട്ടിടമാണ് കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ പുതുതായി നിർമ്മിക്കുന്നത്. അനുബന്ധ വികസനങ്ങളും ഇതോടൊപ്പം ഉണ്ടാകും. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, സീവേജ്, ഫയർ ഫൈറ്റിംഗ് വർക്ക്, വാട്ടർ ടാങ്ക് തുടങ്ങിയ വിവിധ അനുകൂല സംവിധാനങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. വഴി പാസ്സായിട്ടുള്ള പുതിയ ആശുപത്രി സമുച്ചയത്തിൻ്റെ മണ്ണ് പരിശോധനയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നടക്കുന്നത്. ആ മണ്ണ് പരിശോധനയുടെ ഫലമനുസരിച്ചായിരിക്കും പുതിയ ഹോസ്പിറ്റലിൻ്റെ ഡിസൈൻ നടത്തുക.
ഇപ്പോൾ പുതിയ ഹോസ്പിറ്റൽ വരുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ നിലനിൽക്കുന്ന ആശുപത്രിയുടെ ഓഫീസ് ബിൽഡിങ്, NCD ബിൽഡിങ്, അതുപോലെ തന്നെ PP യൂണിറ്റ്, പാലിയേറ്റീവ് വിങ്, മോർച്ചറി എന്നീ ബിൽഡിങ്ങുകൾ പൊളിക്കുന്നതിനുള്ള നിർദ്ദേശം ഗവൺമെൻറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപ്രകാരം മുനിസിപ്പാലിറ്റിയുടെ എഞ്ചിനീയറിംഗ് വിങ് വാല്യുവേഷൻ നടത്തിയിട്ടുണ്ട്. അതിന് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് കൊടുക്കുകയും ഗവൺമെൻറ് സാങ്ഷൻ തന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ടെൻഡർ നടപടി സ്വീകരിച്ച് ബിൽഡിംഗ് പൊളിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. അതിനുശേഷം പുതിയ ബിൽഡിങ്ങിന്റെ പണി തുടങ്ങാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അടയ്ക്ക പഴയത് 6,908 രൂപ മുതൽ 7,426 രൂപ വരെ, പുതിയത് 5,450 രൂപ മുതൽ 6,800 രൂപ വരെ, രണ്ടാം തരം 4,000 രൂപ മുതൽ 4,600 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴഞ്ഞി മേഖലയിലെ പാടശേഖരങ്ങളിലെ വെള്ളം വറ്റുന്നു, മുണ്ടകൻ കൃഷി പ്രതിസന്ധിയിലേക്ക്. കുന്നംകുളത്ത് മധ്യവയസ്കനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവ് ഭാഗത്തെ നോറടിത്തോട്ടിലെ കുളവാഴകൾ നീങ്ങി, വെള്ളമെത്തുമെന്ന പ്രതീക്ഷയിൽ കർഷകർ. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ UDF ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കല്യാണി S. നായർ തിരഞ്ഞെടുപ്പ് പര്യടനം പൂർത്തിയാക്കി. തിരഞ്ഞെടുപ്പ് പ്രചരണം. മതിലിൽ തീവണ്ടി തീർത്ത് LDF പ്രവർത്തകർ. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നു. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സോയിൽ ടെസ്റ്റിംഗ് ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.